ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലായിടവും നല്ല മഴ പെയ്ത് തോർന്ന കുറച്ച് ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ അല്ലേ. അപ്പം ഞങ്ങളുടെ ഏരിയയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറും. കാരണം കണ്ടം സൈഡാണ്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തും വീടുകളിലോട്ടൊന്നും കയറിയില്ല, പക്ഷെ നമ്മൾ വരുന്ന വഴി കുറച്ച് ഏരിയയിൽ വെള്ളം കയറുന്ന ഭാഗമാണ്. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ആ മഴയൊക്കെ നന്നായിട്ട് പെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മുടെ വഴിയിലോട്ടൊക്കെ വെള്ളം കയറിയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഈ ടൈമിൽ ഈ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ കണ്ടത് വഴിയിൽ വെള്ളം കയറിയ ആ ഒരു ടൈമിലെ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ വഴിയിലൊക്കെ വെള്ളം മാറിയിട്ടുണ്ട്, കണ്ടാൽ അറിയാം. ആ താഴ്ചക്കണ്ടങ്ങളിൽ മാത്രമായിട്ടാണ് ഇപ്പം വെള്ളം നിൽക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് കണ്ടമാണ്, അതായത് വഴി കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ്. അപ്പോൾ ഇപ്പം അവിടുത്തെ വെള്ളമെല്ലാം അത്യാവശ്യം ഇറങ്ങി വഴിയിൽ നിന്നും മാറി. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളവരുടെ വിനോദം എന്ന് പറയുന്നത് ഈ ചൂണ്ടയിടിയിലാണ്. വെറുതെ ഒരു രസം. കാരണം അത്യാവശ്യം നല്ലതുപോലെ തന്നെ മീൻ ഉണ്ട് എന്ന് വെച്ച് അങ്ങ് ഒരുപാട് വലിയ മീനൊന്നും ഇല്ല, ചെറിയ മീനും വലുതും എല്ലാം ഉണ്ട്. അപ്പം പിള്ളേരുടെ അവധി ദിവസം ആയിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇത്. ഞാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചൂണ്ടയിടയിൽ കൂടുതലായിട്ടും എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കത്ര അറിയത്തില്ല. മെയിനായിട്ട് ഈ വര ഈ ചൂണ്ടയിൽ കോർക്കുക, അത് മീനെ കിട്ടിയാലുടനെ അതിനകത്തുനിന്ന് എടുക്കുക, അതൊക്കെ എനിക്കൊരു ഇച്ചിരി ഭയമുള്ളൊരു കേസാണ്. അഥവാ അവരുടെ കൂട്ടത്തിൽ ചെന്ന് നിന്നാൽ തന്നെ അവർ ഇരയെ ചൂണ്ടയിലിട്ട് തരും, ഞാനതിടും. പിന്നെ ചൂണ്ടയിൽ മീൻ കൊളുത്തിയിട്ടുണ്ടെങ്കിൽ അതെടുത്തു കഴിഞ്ഞാൽ ചൂണ്ടയിൽ നിന്ന് മീനെ എടുക്കുന്നത് എനിക്ക് അത്ര അറിയത്തില്ല. അതുപോലെ ഇതിങ്ങനെ കിടന്ന് പടയ്ക്കുമ്പോൾ എനിക്ക് അതിനെക്കാട്ടി പടപടപ്പാണ്. അപ്പോൾ അത് പിള്ളേരായിരിക്കും എടുത്തു തരുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഈ ഏരിയയിലെ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിനോദങ്ങളിലൊന്നാണ് ഈ ചൂണ്ടയിടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കുഞ്ഞുങ്ങളെന്ന് മാത്രമല്ല, പിള്ളേരും വലിയവരും എല്ലാം തന്നെ ഈ ഒരു ഇതിൻ്റെ പുറകിലാണിപ്പം. കാരണം ഒന്നാമത് നമ്മുടെ കടൽ മീനുകൾക്ക് നല്ല വിലയാണ്. അതും നല്ല ഫ്രഷായിട്ടുള്ള സാധനവും അല്ല കിട്ടുന്നത്. ആ ഒരു ടൈമിൽ നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടുന്ന ഇങ്ങനെയുള്ള മീനെ പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നും. എനിക്കായാലും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആറ്റുമീൻ കഴിക്കുന്നത്. അപ്പം കല്യാണത്തിന് ശേഷം ഉണ്ടായ വലിയ മാറ്റങ്ങളിലൊന്നാണ് ഈ ആറ്റുമീൻ കഴിക്കാൻ തുടങ്ങിയതും അതിഷ്ടപ്പെട്ട് തുടങ്ങിയതും ഒക്കെ. അപ്പം ഇവിടെയുള്ള ഏരിയയിൽ എല്ലാവരും തന്നെ ഇപ്പോൾ ഇതാണ് പരിപാടി. അപ്പം ഒടുവിൽ ഞാനും പിള്ളേരുടെ കയ്യിൽ നിന്ന് ചൂണ്ടയെടുത്ത് വാങ്ങിച്ചിട്ട് നോക്കി. എനിക്ക് കിട്ടുന്നത് ആർക്കും കിട്ടാത്ത തരത്തിലുള്ള ഏറ്റവും ചെറിയ കുഞ്ഞു മീനെയൊക്കെ ആയിരിക്കും. ഒടുവിൽ തീരെ കുഞ്ഞു മീനെ കിട്ടുന്നതിനെയൊക്കെ തന്നെ നമ്മൾ കണ്ടത്തിലോട്ട് തന്നെ അങ്ങ് വെള്ളത്തിൽ അങ്ങ് വിടും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വിനോദ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഒരു വിനോദ പ്രവർത്തനമായിട്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രൈ ഇട്ടിട്ടും എനിക്ക് കിട്ടുന്നത് ഈ ഒരു ചെറിയ സൈസുള്ള തന്നെ മീനുകളൊക്കെ തന്നെ ആയിരിക്കും. അതെന്താണ് എനിക്ക് മാത്രം അങ്ങനെയൊന്നും അറിയില്ല. പിള്ളേരിടുമ്പോൾ അവർക്ക് അത്യാവശ്യം മീഡിയം സൈസുള്ള അതിനെക്കാട്ടി മുകളിലുള്ള വലിയ മീനുകളെയൊക്കെ തന്നെയാണ് കിട്ടുന്നത്. എനിക്കെങ്ങനെ പോയാലും ഈ ചെറുതാണ്. 1-2 പ്രാവശ്യം അങ്ങാണ്ടൊരു മീഡിയം സൈസിലെ മീനെ കിട്ടി. എന്തായാലും നല്ലൊരു വൈബാണ്. മഴയൊക്കെ തോർന്ന് ചിലപ്പം ചെറിയ ചാറ്റലുണ്ടാകും. ആ ഒരു സമയത്ത് ഇങ്ങനെ ചൂണ്ടയിടുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹരം പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ പുറകിൽ പോയിക്കൊണ്ടേ ഇരിക്കാൻ തോന്നും. അതുകൊണ്ടാണ് അവിടെയുള്ള പിള്ളേരും ഈ ഒരു ടൈം ആകുമ്പോൾ എല്ലാം ചൂണ്ടയെടുത്തുകൊണ്ട് ഇറങ്ങാനും കാരണം. അപ്പോൾ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ, അതായത് പറയത്തക്ക വിധത്തിൽ വലിയ സമയമായില്ല, കുറച്ച് വന്നവർ ജസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പം കിട്ടിയ മീനെയാണ് കണ്ടത് കേട്ടോ. എന്നാലും അവരോടൊപ്പം കൂടി അവരുടെ കൂട്ടത്തിൽ കുറച്ച് നേരമൊക്കെ ഞാനും നിന്നു. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഒരു സമയം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ, നമ്മുടെ ഏരിയയ്ക്ക് അടുത്തുള്ളവരുടെയൊക്കെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന
പല ജില്ലകളിലുള്ളവരുണ്ട്. അത് നമുക്ക് കമൻറ്റിലൂടെ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരിലൂടെയൊക്കെ നമുക്കറിയാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഏരിയകളിൽ എങ്ങനെയാണ് ഈ ഒരു ടൈം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.